മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കർണാടകയിലെ മുസ്ലിം വീടുകൾ പൊളിച്ചതിനെ കുറിച്ച് ഷോൺ ജോർജ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നൊരാഗ്രഹം. വേറൊന്നുമല്ല, നിങ്ങളെല്ലാം കേട്ടിട്ട് കാണും കർണാടകയിലെ ഒരു ബുൾഡോസർ വെച്ച് കുറെ കുടുംബങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റിയ സംഭവം. ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരാണ്. അവിടെയെങ്ങാനും BJP ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി SDP എല്ലാം കൂടി ഇന്ത്യ കത്തിച്ചേനെ. ഒന്ന് ആലോചിക്കും. ഇപ്പോ യാതൊരു പ്രശ്നമില്ല. അവിടെ സിദ്ധരാമയ്യ വളരെ മാന്യമായിട്ടാണ് പൊളിച്ചതെന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അവിടെ ഒരു BJP സർക്കാരായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ വർഗീയത പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാക്കി നശിപ്പിച്ചേനെ. രണ്ടാമത്തെ വിഷയം നമുക്കറിയാം, ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള നരഹത്യ നടക്കുകയാണ്. ഇവിടെ അഫ്ഗാനിസ്ഥാനിലല്ല പാലസ്തീനില് നാഴികയ്ക്ക് 40 വട്ടം പാലസ്തീനു വേണ്ടി ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും വരെ പ്രകടനവും സമരവും കേരളത്തിൽ നടക്കുകയാണ്. കോൺഗ്രസും നടക്കുന്നു, ലീഗും നടത്തുന്നു. ഇവിടെ തൊട്ടഴിലൊക്കത്തെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നരഹത്യ നടത്തിയതിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസോ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തയ്യാറാകുന്നില്ല. അതാണ് ഏറ്റവും ദുഃഖകരം. മാത്രമല്ല, കോൺഗ്രസ് മിണ്ടാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ കടവിഷയായി കൊണ്ടുനടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് അവിടെ ഈ നരഹത്യ ആസൂത്രണം ചെയ്യുന്ന പാർട്ടി. മൂന്നാമതൊരു ചിന്ത കൂടെ നിങ്ങളുടെ മനസ്സിലാക്കുക. നമ്മുടെ പാലക്കാട് ഒരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നു. പ്രബുദ്ധ കേരളത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ഇത് രണ്ടാമത്തെ ആൾക്കൂട്ട കൊലപാതകമാണ്. ഇതെങ്ങാനും നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ, ഇതെങ്ങാനും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലെങ്ങാനും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗുജറാത്തിലായിരുന്നെങ്കിൽ, മറ്റ് BJP ഭരിക്കുന്ന ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെയും സാംസ്കാരിക നായകരുടെയൊക്കെ വലിയ ആഘോഷം, അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ എന്താമായിരുന്നു. അപ്പോ എത്രമാത്രം പക്ഷപാതപരമായിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ സാംസ്കാരിക നേതാക്കളും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ കേരളത്തിൽ പ്രതികരിക്കുന്നത് എന്നൊക്കെ ഈ 3 സംഭവങ്ങൾ മാത്രം ഒന്നെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ കേട്ടില്ലേ? ഇത് കേരളത്തിലെ ഓരോ മുസൽമാനും കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ UDF-ഉം LDF-ഉം പ്രമുഖ മാധ്യമങ്ങളും കൂടി എത്രത്തോളം വലിയ ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഷോൺ ജോർജ് മുന്നോട്ട് വെച്ചത്. 3 വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഓരോന്നും എടുത്തൊന്ന് പരിശോധിക്കാം. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ മുസ്ലിം വീടുകൾ പൊളിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? മാന്യമായിട്ട് പൊളിച്ചു. നിങ്ങൾ കേട്ടില്ലേ ഷോൺ ജോർജ് കൃത്യമായിട്ട് പറഞ്ഞത്? മുസ്ലിം ലീഗ് മാന്യമായിട്ട്, സിദ്ധരാമയ്യ മാന്യമായിട്ട് പൊളിച്ചു എന്നാണ് പറയുന്നത്. ഇതേ സമയം ഇത് ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നു കർണാടക ഭരിച്ചത് എങ്കിൽ എന്താകുമായിരുന്നു പുകല്? ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ഈ രാജ്യം മൊത്തം ഇവർ ഈ വിഷയം പറഞ്ഞ് കത്തിക്കായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഈ LDF, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDP ഇവർ ഇതും പൊക്കി പിടിച്ചാൽ ഇത് കോൺഗ്രസ് ആകുമ്പോ ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പൊളിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി അനധികൃതമായിട്ട് എവിടെയെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ അവർക്ക് അതിന് പകരമായിട്ട് സ്ഥലവും വീടും പാവപ്പെട്ടവർക്ക് കൊടുക്കും. പക്ഷെ കോൺഗ്രസ് സർക്കാർ ഈ സമയം വരെ ഒരു നടപടി എടുത്തില്ല. മറ്റൊരു കാര്യം എടുത്തു പറയാൻ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, അനധികൃതമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഏരിയകളിലൊന്നും ആര് ഈ വീട് കെട്ടുന്നതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഗവൺമെന്റ് തന്നെയാണ് ഒരുക്കേണ്ടത്. ഇത്തരത്തിൽ അനധികൃതമായിട്ട് തെരുവോരങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ പറയുന്നത് പോലെ വീട് കെട്ടി കൂടിയാലൊക്കെ നമ്മുടെ രാജ്യത്തിന് അപകടം തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറുന്ന ആളുകൾ, കുടിയേറി പല രീതിയിൽ ഇവിടേക്ക് എത്തുന്ന ആളുകളൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് വന്ന് നിൽക്കും എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അതേത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരൊക്കെ പുല്ലുവിലയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ സകല മലയാളികളും തിരിച്ചറിയേണ്ടത്.
നിങ്ങൾ തന്നെ കേട്ടില്ലേ ഷോൺ ജോർജ് പറഞ്ഞത് എത്ര എത്ര വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നു കർണാടക ഭരിക്കുന്നത് എങ്കിൽ എന്തൊക്കെ പുകിൽ ഇവിടെ നടക്കുകയായിരുന്നു, എന്തൊക്കെ പ്രചരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ നടത്തിയിരുന്നു. ഇത് കോൺഗ്രസ് ആയിക്കൊണ്ട് മുസ്ലിം ലീഗ് തന്നെ പറയോ മുസ്ലിം വീടുകൾ മാന്യമായിട്ടാണ് ഈ സിദ്ധരാമയ്യ പൊളിച്ചത് എന്ന്. ഈ ഇരട്ടത്താപ്പൊക്കെ സകല മലയാളികളും തിരിച്ചറിയും, പ്രത്യേകിച്ചും സ്ത്രീകൾ. മറ്റൊരു വിഷയം, അതായത് ഈ അടുത്ത അയൽ രാജ്യമായിട്ട് രണ്ടാമത്തെ വിഷയം ഷോൺ ജോർജ് പറഞ്ഞതാ, ഈ ബംഗ്ലാദേശില് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊല വരെ നടത്തുക, ആളുകളെ കത്തിക്ക് വരെ നടക്കുക. പലസ്തീൻ വിഷയം ഇവിടെ കോൺഗ്രസ്, ഇടതുപക്ഷം, മുസ്ലിം ലീഗ് നിരന്ന് നിന്നുകൊണ്ട് പ്രതിഷേധവും പ്രകടനവും കാര്യങ്ങളായിരുന്നു. അതിനേക്കാൾ, അതായത് പലസ്തീനിൽ നടന്നതിനേക്കാൾ ക്രൂരതയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തിനെതിരെ, ക്രിസ്ത്യാനിക്കെതിരെ, ഹിന്ദുവിനെതിരെ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ക്രൂരതകൾ നടത്തുന്നത്. എന്ത് കോൺഗ്രസ് മിണ്ടാത്തത്? ഷോൺ ജോർജ് പറഞ്ഞത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ കേട്ടില്ലേ. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ് കോൺഗ്രസ് കേരളത്തില്. ആ ജമാഅത്തെ ഇസ്ലാമി അല്ലേ ബംഗ്ലാദേശിൽ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കേരളത്തിലെ സകല മലയാളികളും തിരിച്ചറിയും. നേരെ പാലക്കാട്ടേക്ക് വന്ന എന്താ, ആൾക്കൂട്ട കൊലപാതകം നടന്ന്. ഇത് നേരെ ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഇവിടെ വലിയ ബഹളായിരിക്കൂലേ, എത്ര ദിവസം ഇവിടെ ചർച്ച ഉണ്ടാവും, എത്ര ദിവസം ഇവിടെ അന്തിച്ചർച്ച മുന്നോട്ടോ. ഇതിപ്പോ ഇവിടെയുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന പാലക്കാടായതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു ചർച്ചയും വേണ്ട, ഒരു രേഖയും വേണ്ട. സാംസ്കാരിക നായകർക്ക് കണ്ണും പൂട്ടി ഉറക്കത്തില്ല. ഒരക്ഷരം ഉണ്ടതിൽ, ഒരു ഭാഗത്ത് നിന്ന് ഒരക്ഷരം ഉണ്ട്. പ്രമുഖ മാധ്യമങ്ങളോ ഒന്നുമില്ലെന്നേ പറയാന്. കർണാടകയിൽ മുസ്ലിം വീടുകൾ പൊളിച്ചെറിയുന്ന കോൺഗ്രസിനെതിരെ ഒരക്ഷരം നമ്മുടെ മാധ്യമങ്ങൾക്ക് പറയാനേ ഇല്ല. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടക്കെതിരെ ഒരക്ഷരമിട്ടതില്ല. പാലക്കാട് പിണറായി സർക്കാർ സംവിധാനങ്ങൾ ഭരിക്കുന്ന കേരളത്തില് ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ട് ഒരക്ഷരം മിണ്ടാനില്ല. ഈ ഇരട്ടത്താപ്പൊക്കെ കേരളത്തിലെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണോ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി, ഷോൺ ജോർജ് പറഞ്ഞത് വളരെ വ്യക്തമാണ്, ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും അനധികൃതമായിട്ടൊക്കെ പല ഏരിയകളും ഗവൺമെന്റിൻ്റെതൊക്കെ കൈയടക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടി അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർ ഭരിക്കുന്ന സ്ഥലത്ത് അത് നമ്മുടെ രാജ്യമായിട്ട് കൃത്യമായിട്ട് ഈ രേഖകളുള്ള ആളുകൾക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട്. കോൺഗ്രസ് എന്താ ചെയ്തത്? എടുത്തങ്ങ് പൊളിച്ചെറിഞ്ഞതല്ലേ മുസ്ലിം വീടുകളൊക്കെ വലിച്ചങ്ങ് എറിഞ്ഞു പോയതാ. എന്നിട്ട് ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നമില്ല. ഈ ഇരട്ടത്താപ്പൊക്കെ സകല മലയാളികൾ, ഇവിടെയുള്ള മുസ്ലിങ്ങളെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഇവിടെ UDF, കോൺഗ്രസ്, ഈ പറയുന്ന ഈ LDF ഒക്കെ മുന്നോട്ട് വന്ന് ഇവരെ മുതലെടുപ്പ് നടത്തുക. അല്ലാതെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകളെന്ന് ഇവരാരും സഹായിക്കുന്നൊന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം ഏതൊരു മുസ്ലിമിന് സഹായം കിട്ടുന്ന ഒരു വിഷയം എടുത്തു നോക്കിയാൽ മുത്തലാഖ് നിരോധിച്ചു തരാം കേന്ദ്ര സർക്കാർ. അങ്ങനെ ഏതെടുത്ത് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് സൗകര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതേസമയം ഇവിടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇടതുപക്ഷം ഇതിന്റെ സകല അട്ടിപ്പാർ അവകാശം എടുത്ത് മുന്നോട്ട് പോവാണ്. എന്നിട്ട് കർണാടകയിലെ വിഷയം വരുമ്പോൾ മിണ്ടൂല, ബംഗ്ലാദേശിൽ വിഷയം വരുമ്പോൾ മിണ്ടൂല, പാലക്കാട് വിഷയം വരുമ്പോൾ മിണ്ടൂല. ഇതൊക്കെ BJP ആണെങ്കിലേ ഇവര് മിണ്ടൂ എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക.